കടന്നാൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ താൻ ദളിതനാണെന്ന വ്യാജവാദം കോടതിയിൽ ഉയർത്തി ഡോക്ടർ എം കെ റാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ് താനെന്ന റാമിന്റെ വാദം തെറ്റാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. പട്ടികജാതി അതിക്രമ നിരോധന വകുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ ഉപായം. ഒളിവിൽ കഴിയുന്ന പ്രതികളായ ഡോക്ടർ റാമിന്റെയും ഡോക്ടർ സംഗീത നമ്പ്യാരുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി മറ്റന്നാൾ വിധി പറയും. ആത്മഹത്യാ പ്രേരണ, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചേർത്താണ് നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം കെ റാമിനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും പ്രതി ചേർത്തത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് മറികടക്കാൻ താനും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന വാദമാണ് റാം കോടതിയിൽ ഉയർത്തിയത്. ഭജന്ത്രി വിഭാഗത്തിൽപ്പെട്ടയാളാണ് താനെന്ന് റാം വാദിച്ചു. എന്നാൽ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലുള്ള ഭജന്ത്രി ജാതി OBC വിഭാഗമാണെന്നതിന്റെ തെളിവ് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കോടതിയിൽ സമർപ്പിച്ചു. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് ഹർജിയോടൊപ്പം അദ്ദേഹം 3 രേഖകൾ ഹാജരാക്കി. അത് കളവാണ് എന്ന് പ്രോസിക്യൂഷൻ രേഖാമൂലം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതായത് ബജേന്ദ്രി എന്ന ഒരു സമുദായത്തിൽപ്പെട്ട, കർണാടകയിലെ ബജേന്ദ്രി എന്ന സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഹാജർ. അത് യഥാർത്ഥത്തിൽ ബാക്ക്വേർഡ് ക്ലാസ്സാണ്, അത് SC അല്ല. ആന്ധ്രയിലും കർണാടകയിലുമുള്ള ബജേന്ദ്രി എന്ന് പറയുന്ന ജാതി OBC ആണ്, അത് SC ആണ്, പരിഗണിക്കാൻ പറ്റില്ല. അതിന്റെ ഗസ്റ്റ് പബ്ലിക്കേഷനും അതിന്റെ രേഖകളും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട്. റാമിന്റെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപമല്ല, ലോണ ഭീഷണിയെ തുടർന്ന് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന കാര്യങ്ങളാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണമെന്നായിരുന്നു റാമിന്റെ അഭിഭാഷകന്റെ മറ്റൊരു വാദം. എന്നാൽ ഉച്ചയ്ക്ക് 12:20 മുതൽ 2 മണി വരെയുള്ള സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കിയ പ്രോസിക്യൂഷൻ റാമിന്റെ സാന്നിധ്യം പ്രിൻസിപ്പലിന്റെ മുറിക്ക് പുറത്തുണ്ടായിരുന്നുവെന്ന് വാദിച്ചു. നിതിൻ ലോൺ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ ഭീഷണി നേരിടേണ്ടി വന്നുവെന്ന് അധ്യാപികയായ ലത ശശിധരൻ പരാതി നൽകിയത് റാമിന്റെ പ്രേരണ കൊണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പരാതി എഴുതാൻ പ്രിൻസിപ്പലിന്റെ ക്യാബിൽ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് പോയ ലത ശശിധരന് റാം ഹസ്തദാനം ചെയ്തതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഇത് റാമിന്റെ പ്രേരണയ്ക്കുള്ള തെളിവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നല്ല പ്രോസിക്യൂഷൻ വാദമെന്നും നിതിൻ രാജിന്റെ ജാതി മനസ്സിലാക്കി നിരന്തരം അവഹേളിച്ച് സംസാരിക്കുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. സംഭവത്തിന് 2 ദിവസം മുന്നേ മംഗലാപുരത്തേക്ക് പോയിരുന്നുവെന്നും നിതിൻ ജീവനൊടുക്കിയ ഏപ്രിൽ 10 സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ സംഗീതയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ റാം നിതിൻ രാജിനെ അധിക്ഷേപിക്കുമ്പോൾ സംഗീത കേട്ടിരിക്കുകയായിരുന്നുവെന്നും നിതിൻ രാജ് ഇക്കാര്യം സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടെന്നും എതിർവാദവുമുണ്ടായി. നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ വാദങ്ങളും കോടതി കേട്ടു. മുൻകൂർ ജാമ്യ ഹർജിയിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. എം കെ റാമിനെയും സംഗീതയെയും കോളേജ് സസ്പെൻഡ് ചെയ്യുകയും റാമിനെ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തിരുന്നു. കേസിൽ 1ഉം 2ഉം പ്രതികളാണ് ഇരുവരും. ന്യൂസ് മലയാളം, കണ്ണൂർ.